2026 വിഷുഫലം. തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തില് വലിയ മാറ്റവും ശക്തിയും വരാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെ നേരിട്ട എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഒരു വിജയമായി മാറാൻ പോകുന്നു. പക്ഷെ ഒരു തെറ്റായ തീരുമാനമെടുത്താൽ ഈ അവസരം നഷ്ടമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വിഷു ശക്തിയും സ്ഥാനവും ഉയരുന്ന സമയമാണ്. ജോലി മേഖലയിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ, സ്ഥാനവർദ്ധന സാധ്യത. ഇനി ബിസിനസ്സിലാണെങ്കിൽ വളർച്ച, നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ വരും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ധനകാര്യത്തിൽ മെച്ചപ്പെട്ട വരുമാനം, ചിലർക്ക് വലിയ സാമ്പത്തിക നേട്ടം. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ എടുത്ത ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. തൃക്കേട്ട നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ശക്തമായ വ്യക്തിത്വമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ മുന്നോട്ടു പോകാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ സ്വഭാവം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടാകും. ചിലർ നിങ്ങളെ തെറ്റായി മനസ്സിലാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ആരും വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ശക്തി തന്നെയാണ് നിങ്ങളുടെ വിജയമാകുന്നത്. നിങ്ങളെ അംഗീകരിക്കുന്ന സമയമാണ് ഇത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അധികമായ ഈഗോ പ്രശ്നമാകാം. മറ്റുള്ളവരുടെ അഭിപ്രായവും കേൾക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം ഒഴിവാക്കണം. ചില അവസരങ്ങളിൽ പിന്നോട്ടു പോകുന്നത് നല്ലതാണ്. ധനകാര്യ കാര്യങ്ങളിൽ റിസ്ക് എടുത്താൽ ശ്രദ്ധിക്കണം. വിഷു ദിവസം ഇന്ദ്രനെ പ്രാർത്ഥിക്കുക. ഓം ഇന്ദ്രായ നമ എന്ന് 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയും വിജയവും വർദ്ധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർ, നിങ്ങളുടെ ശക്തിയുടെ സമയം ഇപ്പോൾ ആരംഭിച്ചു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം ഇന്ദ്രായ നമ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും പുതിയതായി ആരംഭിക്കുന്ന ഒരു അധ്യായവും വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കാനും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും പോവുകയാണ്. പക്ഷെ ഈ മാറ്റം ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. മൂലം നക്ഷത്രക്കാർക്ക് ഈ വിഷു പുതിയ തുടക്കത്തിന്റെ സമയമാണ്. ജോലി മേഖലയിൽ പഴയ പ്രശ്നങ്ങൾ അവസാനിക്കും. പുതിയ അവസരങ്ങൾ തുറക്കും. മാറ്റങ്ങൾ വരും. ബിസിനസ്സിലാണെങ്കിൽ പഴയ രീതികൾ മാറ്റി പുതിയ രീതികൾ വരും. പുതിയ ആശയങ്ങൾ വഴി വിജയമുണ്ടാകും. ധനകാര്യത്തിൽ പഴയ ബാധ്യതകൾ കുറയും. പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു പുതിയ വഴിയിലേക്ക് ജീവിതം തിരിയാൻ പോവുകയാണ്. മൂലം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ശക്തമായ അനുഭവങ്ങൾ കണ്ട ആളുകളാണ്. ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പല വേദനകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന്. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വരും. പഴയ വേദനകൾ പതിയെ പതിയെ മാറും. നിങ്ങൾ വീണ്ടും ഉയരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കരുത്. മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകണം. ചിലപ്പോൾ നഷ്ടങ്ങൾ പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് മാറ്റത്തെ ഭയപ്പെടരുത്. ധനകാര്യങ്ങളിൽ പുതിയ കാര്യങ്ങളിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. മൂലം നക്ഷത്രക്കാർ, നിങ്ങളുടെ പുതിയ ജീവിതം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നല്ലതാകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് മൂലം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും അംഗീകാരവും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു അംഗീകാരം ഇപ്പോൾ ലഭിക്കാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ തെറ്റുപോലും ഈ അവസരം നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വിഷു വിജയവും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ വലിയ പുരോഗതി, റെക്കഗ്നൈസേഷൻ, പ്രൊമോഷൻ സാധ്യത എന്നിവയുണ്ടാകും.
ബിസിനസ്സിൽ വളർച്ച, പുതിയ അവസരങ്ങൾ, ലാഭം വർദ്ധിക്കൽ ഇവയുണ്ടാകും. ധനകാര്യത്തിൽ നല്ല വരുമാനം, സാമ്പത്തിക സ്ഥിരത എന്നിവയുണ്ടാകും. ജൂലൈ മുതൽ നവംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ എല്ലാവരും കാണാൻ തുടങ്ങും. പൂരാടം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് വിജയിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട്. നിങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ താഴെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയുണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ സമയം മാറുകയാണ്. നിങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അധികമായ ആത്മവിശ്വാസം ചിലപ്പോൾ പ്രശ്നമാകും. ഹ്യൂമിലിറ്റി നിലനിർത്തണം. മറ്റുള്ളവരെ താഴെയാക്കരുത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിന്തിച്ച് മുന്നോട്ടു പോവുക. ധനകാര്യ കാര്യങ്ങളിൽ റിസ്ക് എടുത്താൽ ശ്രദ്ധിക്കണം. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം വരുണദേവനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം വരുണായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. അതോടൊപ്പം തന്നെ ശിവഭഗവാനെയും പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. പൂരാടം നക്ഷത്രക്കാർ, നിങ്ങളുടെ വിജയം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും മഹാവിജയവും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി പരിശ്രമിച്ച കാര്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായ വിജയമായി മാറാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ അശ്രദ്ധ പോലും ഈ നേട്ടം വൈകിപ്പിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വിഷു സ്ഥിരതയുള്ള വിജയം ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ വലിയ പുരോഗതി, സ്ഥിരമായ സ്ഥാനവർദ്ധന, ഉത്തരവാദിത്വം വർദ്ധിക്കും. ബിസിനസ്സിൽ ദീർഘകാല ലാഭം, സ്ഥിരമായ വളർച്ച, വിശ്വാസം നേടൽ. ധനകാര്യത്തിൽ സ്ഥിരത, സേവിങ്സ് വർദ്ധിക്കൽ, വലിയ നേട്ടങ്ങൾ പതിയെ ലഭിക്കും. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പരിശ്രമം ഭാവിയിൽ വലിയ നേട്ടമായി മാറും. ഉത്രാടം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയ ആളുകളാണ്. നിങ്ങൾ പതിയെ ആണെങ്കിലും സ്റ്റഡി ആയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരിക്കലും എളുപ്പത്തിൽ കൈവിടുന്നവരല്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എൻ്റെ വിജയം വൈകുന്നു എന്ന്. മറ്റുള്ളവരെക്കാൾ സ്ലോ ആയി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ സ്ലോ പ്രോഗ്രസ് തന്നെ വലിയ വിജയമായി മാറും. നിങ്ങൾ ഉറച്ച നിലയിൽ ഉയരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അത്യധികം വർക്ക് ലോഡ് എടുക്കരുത്. നിങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ മടിക്കരുത്. ധനകാര്യ കാര്യങ്ങളിൽ ലോങ് ടേം പ്ലാനിംഗ് ശ്രദ്ധിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും വിജയവും വർദ്ധിക്കും. ഉത്രാടം നക്ഷത്രക്കാർ, നിങ്ങളുടെ സ്ഥിരമായ വിജയകാലം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ വിജ്ഞാനവും ഭാഗ്യവും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന ഒരു നല്ല വാർത്ത ഇപ്പോൾ ലഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു ചെറിയ തെറ്റുപോലും ഈ ഭാഗ്യം വൈകിപ്പിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വിഷു ജ്ഞാനത്തിലൂടെ വിജയം ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ പഠനവും സ്കിൽ വർധനയും വഴി പുരോഗതി ഉണ്ടാകും. പുതിയ അവസരങ്ങൾ തേടിയെത്തും. നല്ല മാർഗനിർദ്ദേശം ലഭിക്കും. ബിസിനസ്സിൽ സ്മാർട്ട് പ്ലാനിംഗ് വഴി വിജയമുണ്ടാകും. പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ കഴിയും. ദീർഘകാല വളർച്ചയുണ്ടാകും. ധനകാര്യത്തിൽ സ്ഥിരതയുണ്ടാകും. പ്ലാൻ ചെയ്താൽ ലാഭം വർദ്ധിക്കും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ പഠിക്കുന്നതും അറിയുന്നതും നിങ്ങളുടെ വിജയത്തിന്റെ കാരണമാകും. തിരുവോണം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്.
നിങ്ങൾ സംസാരിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും മെച്യൂരിറ്റി ഉണ്ടാകും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് അവസരം വൈകി എത്തുന്നുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എൻ്റെ കഴിവ് ആരും കാണുന്നില്ല എന്ന്. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുമുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങൾക്ക് ഡിസേർവ്ഡ് ചെയ്യുന്ന വിജയം ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഓവർ തിങ്കിങ് ഒഴിവാക്കണം. കൂടുതൽ ചിന്തിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ചിലപ്പോൾ ആക്ഷൻ എടുത്താൽ മാത്രമേ വിജയം ലഭിക്കൂ. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുക, പക്ഷേ തീരുമാനം നിങ്ങളുടേതായിരിക്കണം. ധനകാര്യ കാര്യങ്ങളിൽ പ്ലാനിംഗ് വളരെ പ്രധാനമാണ്. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനവും ഭാഗ്യവും വർദ്ധിക്കും. തിരുവോണം നക്ഷത്രക്കാർ, നിങ്ങളുടെ വിജയത്തിന്റെ സമയം ഇപ്പോൾ ആരംഭിച്ചു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും പുരോഗതിയും ഒരുമിച്ച് വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ച ഒരു നേട്ടം ഇപ്പോൾ കൈവശമാകാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ പിഴവ് പോലും ഈ ഭാഗ്യം നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വിഷു സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ നല്ല അവസരങ്ങൾ, വരുമാനം വർദ്ധിക്കൽ, പുതിയ ഉത്തരവാദിത്വങ്ങൾ, ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും, പുതിയ വഴികൾ തുറക്കപ്പെടും, വളർച്ച വേഗത്തിൽ ഉണ്ടാകും. ധനകാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം വരും, സേവിങ്സ് വർദ്ധിക്കും, ചിലർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും. ജൂലൈ മുതൽ നവംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പരിശ്രമം നേരിട്ട് സമ്പത്തിൽ മാറ്റം വരുത്തും. അവിട്ടം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ പ്രാക്ടിക്കലായ ആളുകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് പരിശ്രമത്തിന് തക്ക ഫലം കിട്ടാത്തതുപോലെ തോന്നിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയുണ്ടായിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ സമയമാണ് മാറുന്നത്. നിങ്ങൾക്ക് ഡിസേർവ്ഡ് ചെയ്യുന്ന സമ്പത്ത് ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പണം വന്നപ്പോൾ അത് ശരിയായി കൈകാര്യം ചെയ്യണം. അൺനെസസറി എക്സ്പെൻസസ് ഒഴിവാക്കണം. ചിലർ നിങ്ങളുടെ സമ്പത്ത് കണ്ട് അസൂയ കാണിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കരുത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും ഭാഗ്യവും വർദ്ധിക്കും. അവിട്ടം നക്ഷത്രക്കാർ, നിങ്ങളുടെ സമ്പത്തിന്റെ സമയം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് അവിട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായ മാറ്റങ്ങളും അപ്രതീക്ഷിത ഭാഗ്യവും വരാൻ പോകുന്നു. നിങ്ങൾ കരുതാത്ത വഴികളിലൂടെ വിജയം നിങ്ങളെ തേടിയെത്തും. പക്ഷെ ഒരു ചെറിയ പിഴവ് പോലും ഈ ഭാഗ്യം നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ചതയം നക്ഷത്രക്കാർക്ക് ഈ വിഷു അപ്രതീക്ഷിത വിജയത്തിന്റെ സമയമാണ്. ജോലി മേഖലയിൽ അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ മേഖലയിൽ ചാൻസ്, സഡൻ ഗ്രോത്ത്, ബിസിനസ്സിൽ പുതിയ വഴികൾ തുറക്കും, ടെക് ഇല്ല ഓൺലൈൻ മേഖലയിൽ നേട്ടം, ലാഭം വർദ്ധിക്കും. ധനകാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ഇൻകം, പുതിയ വരുമാന മാർഗങ്ങൾ, സാമ്പത്തിക പുരോഗതി എന്നിവയുണ്ടാകും. ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കരുതാത്ത ഒരു അവസരം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. ചതയം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ യുണീക്കായ ആളുകളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ ചിന്തയുണ്ട്. നിങ്ങൾ സ്വന്തം രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ യുണീക്നെസ് തന്നെയാണ് നിങ്ങളുടെ ശക്തിയായി മാറാൻ പോകുന്നത്. നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ അവസരങ്ങളും സ്വീകരിക്കരുത്. ശരിയായത് മാത്രം തിരഞ്ഞെടുക്കണം.
ചിലർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ലോജിക് ഉപയോഗിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ റിസ്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം വരുണദേവനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം വരുണായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും സമാധാനവും വർദ്ധിക്കും. ചതയം നക്ഷത്രക്കാർ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം വരുണായ നമഃ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചതയം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സന്ദേശമാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായ ഉയർച്ചയും ആത്മീയ മാറ്റവും വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ പിഴവ് പോലും ഈ അവസരം നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു ആത്മീയവും ജീവിതപരവുമായ ഉയർച്ച ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ പുതിയ ദിശ, മീനിങ് ആയ അവസരങ്ങൾ, കരിയർ ചേഞ്ചിന് ചിലർക്ക് സാധ്യത, ബിസിനസ്സിൽ സ്ലോ പക്ഷെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത്, പുതിയ ആശയങ്ങൾ വഴി വിജയം, ധനകാര്യത്തിൽ സ്ഥിരത, ചെറിയ പുരോഗതി, ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ കഴിയും. ജൂൺ മുതൽ നവംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ഡീപ്പായി ചിന്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ മീനിങ് വേണമെന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയോടുള്ള ആകർഷണം കൂടുതലായിരിക്കും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ വഴി എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുമുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിന് വ്യക്തത ലഭിക്കും. നിങ്ങൾ ശരിയായ വഴിയിലെത്തും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അധികം ഓവർ തിങ്കിങ് ഒഴിവാക്കണം. കൺഫ്യൂഷൻ നിൽക്കാതെ ആക്ഷൻ എടുക്കണം. ചിലപ്പോൾ സിമ്പിളായ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുക, പക്ഷേ നിങ്ങളുടെ വഴിയിൽ വിശ്വാസം വയ്ക്കുക. ധനകാര്യ കാര്യങ്ങളിൽ സ്ലോ പ്ലാനിങ് ചെയ്യുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ഗുരുവായൂരപ്പനെ ഭജിക്കുക. ഓം നമോ നാരായണായ മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റിയും സമാധാനവും ലഭിക്കും. പൂരുരുട്ടാതി നക്ഷത്രക്കാർ, നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴി ഇപ്പോൾ തുറക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും ആഴത്തിലുള്ള വിജയവും വരാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലമായി സഹിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. പക്ഷെ ഒരു ചെറിയ അശ്രദ്ധ പോലും ഈ മാറ്റം വൈകിപ്പിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു ആഴത്തിലുള്ള സ്ഥിരതയും സമാധാനവും ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ സ്ഥിരത, സ്ലോ ബട്ട് സ്ട്രോങ് ഗ്രോത്ത്, വിശ്വാസം നേടൽ, ബിസിനസ്സിൽ സ്റ്റഡി പ്രോഫിറ്റ്, ലോങ് ടേം സക്സസ്, സുരക്ഷിതമായ വളർച്ച, ധനകാര്യത്തിൽ സ്ഥിരത, സേവിങ്സ് വർദ്ധിക്കൽ, ഭാവി സെക്യൂർ ആക്കാൻ കഴിയും. ജൂലൈ മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ദീർഘകാല വിജയം നൽകും. ഉത്രട്ടാതി നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ ഡീപ്പായ ആളുകളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് അൺനെസസറി ഡ്രാമകൾ ഇഷ്ടമല്ല. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകും. നിങ്ങൾ ഏറെ സഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരും. നിങ്ങൾക്ക് മെന്റൽ റിലീഫ് ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫീലിങ്സ് അടക്കി വയ്ക്കരുത്. വിശ്വസിക്കുന്ന ആളുകളോട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നത് വളരെ പ്രധാനമാണ്. ഹെൽത്ത് ശ്രദ്ധിക്കണം. ധനകാര്യ കാര്യങ്ങളിൽ ലോങ് ടേം പ്ലാനിംഗ് തുടരുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം നമഃശിവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സ്ഥിരതയും വർദ്ധിക്കും.
ഉത്രട്ടാതി നക്ഷത്രക്കാർ നിങ്ങളുടെ സമാധാന കാലം ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു ദൈവിക അനുഗ്രഹമാണ്. ഈ വിഷുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായൊരു ഭാഗ്യകാലം ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന സന്തോഷം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷെ ഒരു ചെറിയ പിഴവ് പോലും ഈ ഭാഗ്യം വൈകിപ്പിക്കാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. രേവതി നക്ഷത്രക്കാർക്ക് ഈ വിഷു പൂർണ്ണമായ ഭാഗ്യവും സമാധാനവും ലഭിക്കുന്ന സമയമാണ്. ജോലി മേഖലയിൽ നല്ല അവസരങ്ങൾ, സ്ഥിരമായ വളർച്ച, മാനസിക സംതൃപ്തി എന്നിവയുണ്ടാകും. ബിസിനസ്സിൽ സ്മൂത്ത് ഗ്രോത്ത്, തടസ്സങ്ങൾ മാറും, ലാഭം വർദ്ധിക്കും. ധനകാര്യത്തിൽ സ്ഥിരത, സേവിങ്സ് വർദ്ധിക്കും. അൺഎക്സ്പെക്റ്റഡ് ഗെയിൻസ് ചിലർക്ക് ലഭിക്കും. ജൂൺ മുതൽ ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച സമയമായിരിക്കും. നിങ്ങൾ ചെയ്ത എല്ലാ പരിശ്രമങ്ങളും ഇപ്പോൾ ഫലം കാണും. രേവതി നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ആളുകളാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മനസ്സുണ്ട്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ നിങ്ങളുടെ നന്മ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കടന്നു വരും. നിങ്ങളെ വിലമതിക്കുന്ന ആളുകൾ നിങ്ങളെ തേടിയെത്തും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരെയും ബ്ലൈൻഡായി വിശ്വസിക്കരുത്. നിങ്ങളുടെ കൈൻഡ്നസ് മിസ്യൂസ് ചെയ്യാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ആവശ്യങ്ങളും ശ്രദ്ധിക്കണം. നോ എന്ന് പറയാൻ പഠിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ അതേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ഒഴിവാക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും വർദ്ധിക്കും. രേവതി നക്ഷത്രക്കാർ, നിങ്ങളുടെ ഭാഗ്യകാലം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം ഗം ഗണപതയെ നമഃ എന്നെഴുതുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ഭാഗ്യം വർദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 27 നക്ഷത്രങ്ങളുടെയും ഫലം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർഷക്കാലം മുഴുവൻ നല്ല രീതിയിൽ തന്നെ ജീവിക്കാനും എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാനും നിങ്ങൾക്ക് യോഗമുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.